ഹായ് ഓൾ വെൽക്കം ടു ഷാസ് വേൾഡ്. അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് നമുക്ക് തീ പോലും കത്തിക്കാതെ അതുപോലെ പശുവിൻ പാലോ ക്രീമോ ഒന്നും യൂസ് ചെയ്യാതെ വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടൊരു മാംഗോ പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഞാനിപ്പോൾ ഏകദേശം ഒരു കപ്പ് തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. ഒരു 3/4 കപ്പ് മുതൽ ഒരു കപ്പ് വരെ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ വേണം ഇതിന് എടുക്കാനായിട്ട്. ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കാൻ നല്ല തിക്കായിട്ട് അടിച്ചിട്ടുള്ള തേങ്ങാപ്പാലാണത്. ഇതിലേക്ക് നമുക്ക് മധുരത്തിനായിട്ട് ഒന്നുകിൽ നമുക്ക് തേൻ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ മിൽക്ക് മെയ്ഡാണ് ഒഴിച്ചു കൊടുക്കുന്നത്. കുറച്ചുകൂടി ഹെൽത്തി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ തേൻ ഒഴിച്ചു കൊടുത്താലും. അപ്പോൾ ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. തേൻ ഒഴിക്കുന്നതിനേക്കാളും കഴിക്കാൻ കുറച്ചും കൂടി ടേസ്റ്റ് മിൽക്ക് മെയ്ഡ് ഒഴിക്കുന്നത് തന്നെയാണ്. അപ്പോൾ ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. മധുരം കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടി ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇതിവിടെ ഇരിക്കട്ടെ. നമുക്ക് ഇനി നല്ല പഴുത്ത മാങ്ങ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇതും കൂടെ ആവശ്യമായിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ബ്രെഡാണ്. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബ്രെഡ് നോക്കിയിട്ട് എടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഇതുപോലെ ഒരു പാത്രത്തിലാണ് സെറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ഷേപ്പിൽ ഞാനിപ്പോൾ ഈ ബ്രെഡ് ഒന്നിങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇതുപോലെ ചെറിയ ഗ്ലാസ്സിലോ അല്ലെങ്കിൽ അങ്ങനത്തെ ബൗളിലോ ഒക്കെ ആണെങ്കിൽ ആ ഒരു ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കുക. അതല്ല വലിയ ട്രേലാണെന്നുണ്ടെങ്കിൽ സൈഡിലൊന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഈ ഒരു ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇത് 2 ബൗളിലാണ് സെറ്റ് ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിതിലേക്ക് 4 ബ്രെഡാണ് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ സൈഡിൽ ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. എന്നിട്ട് നമുക്ക് ഇതുപോലെ ബാക്കി 3 ബ്രെഡും കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ സെറ്റ് ചെയ്യാനായിട്ട് ഈ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ആദ്യം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ബ്രെഡിൻ്റെ പീസ് ഇട്ട് കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു തേങ്ങാപ്പാലും മിൽക്ക് മെയ്ഡും കൂടെ മിക്സ് നല്ലപോലെ ഒഴിച്ചു കൊടുക്കുക. ബ്രെഡൊക്കെ നല്ലപോലെ സോക്കായി നല്ലപോലെ ബ്രെഡ് മുങ്ങിക്കെടുക്കുന്ന രീതിയിൽ വേണം നമ്മൾ ഈ ഒരു തേങ്ങാപ്പാലിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഈ തേങ്ങാപ്പാലും മാങ്ങയും കൂടെ നല്ല കോമ്പിനേഷനാണ്, നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ഇനി ഇതിൻ്റെ മേലെ ഞാൻ കുറച്ച് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു മാങ്കോയുടെ കഷ്ണങ്ങൾ ഒരു 2-3 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഇതിൻ്റെ മേലെ വീണ്ടും ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ള ആ ഒരു ബ്രെഡും കൂടെ വെച്ച് കൊടുക്കണം. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ആ ബ്രെഡ് ഇതിൻ്റെ മേലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലെ വീണ്ടും നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു തേങ്ങാപ്പാലിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കണം. നല്ലപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ലപോലെ ബ്രെഡൊക്കെ നല്ലപോലെ സോക്കാവുന്ന രീതിയിൽ നല്ലപോലെ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഇതിൻ്റെ ഫ്ലേവർ നല്ലപോലെ വരുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇതിപ്പോൾ ഈ പാത്രത്തിൽ 2 ലെയർ ബ്രെഡ് വെക്കാനായിട്ടുള്ള സ്പേസ് ഉള്ളതുകൊണ്ട് 2 ലെയർ വെച്ചിട്ടുള്ളത്. കുറച്ചുകൂടി കുഴിയൊക്കെയുള്ള പാത്രമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2-3 ലെയറൊക്കെ 3-4 ലെയർ ഇതുപോലെ സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇതിൻ്റെ എല്ലാ സൈഡിലേക്കും നല്ലപോലെ ഈ ഒരു തേങ്ങാപ്പാലും മിൽക്ക് മെയ്ഡും കൂടെ മിക്സ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി വീണ്ടും ഇതിൻ്റെ മേലെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറച്ചും കൂടി കട്ട് ചെയ്ത് വെച്ച മാങ്ങ ഇട്ട് കൊടുക്കാം. വളരെ സിമ്പിളാണ്, വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു പുഡിങ്ങിൻ്റെ റെസിപ്പിയാണിത്. ഇനി നമുക്ക് ഇതിൻ്റെ മേലെ കുറച്ചും കൂടെ ആ ഒരു തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. തേങ്ങാപ്പാൽ മിൽക്ക് മെയ്ഡും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിൽ എന്തെങ്കിലും നട്ട്സ് ഇട്ട് കൊടുക്കാം. കാഷ്യൂസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്കിതൊന്ന് ഫ്രിഡ്ജിൽ കുറച്ച് സമയം ഒന്ന് സെറ്റ് ആവാനായിട്ട് വെക്കണം. അധികം സമയമൊന്നും വെക്കണ്ട, ജസ്റ്റ് ഒന്ന് തണുത്ത് വരുന്ന ഒരു 1/2 മണിക്കൂറൊക്കെ വെക്കുമ്പോൾ തന്നെ നല്ലപോലെ സെറ്റായിട്ട് വരും. അപ്പോൾ ഞാനിപ്പോൾ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് സെറ്റ് ചെയ്തെടുക്കട്ടെ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു മാംഗോ പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും കണ്ടു നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് എഴുതി അറിയിക്കുക. നമുക്കിനി ഇതുപോലെ അടുത്ത നല്ല റെസിപ്പിയൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.